ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വീട്ടിലെ സ്റ്റാൻഡ് ഫാൻ എങ്ങനെ വൃത്തിയാക്കാം എന്നതിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ഞാൻ ഇടുന്നതാണ്. ഇതിപ്പം നമ്മൾ ആദ്യമേ സ്റ്റാൻഡ് ഫാൻ എടുത്തിട്ട് സ്റ്റാൻഡിൽ നിന്ന് അതിൻ്റെ മോട്ടർ നമ്മൾ സ്ക്രൂ ഉണ്ട്, അത് സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മളത് ഊരിയെടുക്കണം. അതൊരു പൈപ്പിൽ നിന്ന് സ്ക്രൂ തിരിച്ച് നമ്മൾ ഊരിയെടുത്തതിന് ശേഷം നമ്മൾ ആ സ്റ്റാൻഡ് മോട്ടറിൻ്റെ നെറ്റിൽ വരുന്ന ബെൽറ്റിൻ്റെ സ്ക്രൂവും കൂടെ നമ്മളൊന്ന് അഴിക്കണം. അത് നമ്മുടെ വീട്ടിലുള്ള ടെസ്റ്റർ മതി. സ്ക്രൂ അഴിച്ച് നമ്മൾ മൊത്തം ലൂസ് ചെയ്തെടുക്കാതെ ആ ബെൽറ്റ് പതുക്കെ നമ്മൾ അതിൻ്റെ മേളിൽ നിന്ന് ഒന്ന് ഊരിയെടുക്കുക. ഈ ബെൽറ്റ് ഇങ്ങനെ ഊരിയെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ നെറ്റ് എടുക്കുക. അങ്ങനെ ഇനി നമുക്ക് ഈ ലീഫും കൂടെ അഴിച്ചെടുക്കും. ലീഫ് അഴിച്ചെടുക്കണമെങ്കിൽ അതിൻ്റെ മേളിലുള്ള ക്യാപ്പ് നമുക്ക് ഊരിയെടുക്കണം. ആ ക്യാപ്പ് നമ്മൾ ഊരിയെടുക്കുമ്പോൾ നമ്മൾ ഇടത്തോട്ട് തിരിച്ചല്ല ഊരിയെടുക്കേണ്ടത്, നമ്മളത് വലത്തോട്ട് തിരിക്കണം. വലത്തോട്ട് തിരിച്ചാലാണ് അത് ലൂസായി വരുന്നത്. സാധാരണ എല്ലാവരും ഇടത്തോട്ട് തിരിച്ച് ഊരാൻ നോക്കും. ഈ ലീഫിൻ്റെ നെറ്റ് മാത്രം നമ്മൾ വലത്തോട്ട് തിരിച്ച് ഊരിയെടുക്കണം. ഇതിരിക്കുന്ന പൊടിയൊക്കെ കണ്ടില്ലേ, ഇത് മതി നമുക്ക് ഓരോ അസുഖങ്ങളൊക്കെ വരാൻ. ഈ ഫാനിൻ്റെ കാറ്റാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഇനി നമ്മൾ ഇത് ഊരിയെടുക്കണം. നമ്മൾ ഈ നെറ്റിൻ്റെ ക്യാപ്പ് നമ്മൾ ഇടത്തോട്ട് തിരിച്ചാണ് ഊരേണ്ടത്. അത് ഈ ആരോ കൊടുത്തിട്ടുണ്ട് എങ്ങോട്ട് ഊരണമെന്നുള്ളത്. അത് ഇടത്തോട്ടാണ്. അത് ഇടത്തോട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചാൽ മതി, അത് ഊരി വരും. അതിനുശേഷം നമ്മൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം. മൊത്തം പൊടി പിടിച്ചിരിക്കുകയാണ്. ഈ കാറ്റ്, ഈ പൊടിക്കാറ്റാണ് നമ്മൾ ശ്വസിക്കുന്നത്. കണ്ടോ, ഇതിരിക്കുന്ന പൊടികൾ കണ്ടോ, ഇതാണ് നമ്മൾ ശ്വസിക്കുന്നത്. നമ്മുടെ ഫാനിൻ്റെ സ്പീഡ് കുറയാനും കാറ്റ് കുറയാനെല്ലാം ഈ പൊടി ഇരുന്നാൽ മതി. പിന്നെ വേണ്ട ഇതെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഈ മോട്ടർ മൊത്തം നമുക്ക് തുടച്ചെടുക്കണം. മോട്ടർ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകാൻ നിൽക്കരുത്. നമ്മളൊരു ബ്രഷോ തുണിയോ വെച്ചോ തുടച്ച് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ മറ്റ് പാർട്സൊക്കെ വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. അതാണ്ട് ഈ നെറ്റൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി തുണി വെച്ച് തുടച്ച് വൃത്തിയാക്കി. ഇപ്പോൾ മഴ സമയമാണ്, വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ നമുക്ക് എടുക്കാം. ഇപ്പം ഞാനിത് വെറുതെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ലീഫും നമ്മൾ ഇതേ കൂട്ട് തന്നെ തുടച്ചെടുക്കണം. ഇതിൻ്റെ ഓരോ പാർട്സും ഇതേ കൂട്ട് നമ്മൾ വൃത്തിയാക്കി എടുക്കണം. മോട്ടർ മാത്രം വെള്ളം ഒഴിച്ച് കഴുകാതെ മാറ്റി വെച്ചുകൊണ്ട് ബാക്കി എല്ലാ പാർട്സും നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകി തുടച്ചെടുക്കാം. ഈ ബെൽറ്റ് എല്ലാം വൃത്തിയാക്കി ഇതേ കൂട്ട് ഒരു തുണി വെച്ച് നമ്മൾ തുടച്ചെടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി പെട്ടെന്ന് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു രീതി കാണിച്ചു തരുന്നതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ തന്നെ എല്ലാ പാർട്സും അതേകൂട്ട് തന്നെ എല്ലാ പാർട്സുകളും നമ്മളൊന്ന് വൃത്തിയാക്കി എടുക്കുക. നമ്മുടെ ആവശ്യമാണ്, അതുകൊണ്ട് മടി കാണിക്കരുത്. നല്ലോണം വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഇച്ചിരി പെയിൻ്റൊക്കെ അടിച്ചാൽ നല്ലതായിരിക്കും. ഇതൊക്കെ ഇച്ചിരി തുരുമ്പൊക്കെ എടുത്തിട്ടുണ്ട്, പഴയ സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇച്ചിരി പെയിൻ്റൊക്കെ അടിച്ച് വെക്കുക. പിന്നെ ഇത് നമ്മൾ ഇതേ കൂട്ട് തന്നെ തിരിച്ച് സെറ്റ് ചെയ്യുക. നമ്മൾ ആദ്യമേ അതിൻ്റെ ബാക്കിലത്തെ നെറ്റ് ഇടണം. നെറ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ ക്യാപ്പ് ഇട്ട് മുറുക്കണം. അത് ചെറിയ ത്രെഡ് ഇട്ട് വലത്തോട്ട് തിരിക്കുക. അത് കറങ്ങി അത് മുറുകിക്കോളും. അങ്ങനെ ഓരോ ഇനി അടുത്ത് നമുക്ക് ലീഫ് എടുക്കണം. ഇത് മുറിക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ലീഫ് എടുത്താണ് ഇടേണ്ടത്. അപ്പോൾ അതിൻ്റെ ലീഫ് എടുക്കുന്നതിന് മുമ്പ് ഇത് കറക്റ്റ് ടൈറ്റ് ആയോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നമ്മളിതിൻ്റെ ലീഫ് എടുത്ത് അതിൻ്റെ ഒരു വെട്ടുണ്ട്, ആ മോട്ടറിൻ്റെ ആ കമ്പിയോട് ചേർന്നൊരു വെട്ട്, അത് ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ ക്യാപ്പ് ഇട്ട് മുറുക്കണം. ക്യാപ്പ് ഒരിക്കലും വലത്തോട്ടിട്ട് മുറുക്കരുത്, അത് ഇടത്തോട്ടാണ് തിരിച്ച് മുറുക്കേണ്ടത്. ലീഫിൻ്റെ മാത്രം ക്യാപ്പ് ഇടുമ്പോൾ നമ്മൾ ഇടത്തോട്ടിട്ട് ടൈറ്റ് ചെയ്ത് മുറുക്കണം. ഓവർ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മളൊരു ചെറിയ മീഡിയം ടൈറ്റിൽ കൊണ്ട് വെച്ചാൽ മതി. ലീഫ് വലത്തോട്ട് കറങ്ങുന്നതുകൊണ്ടാണ് ഞെട്ട് ഇടത്തോട്ടിട്ട് മുറുക്കുന്നത്. അപ്പം അത് നല്ല വൃത്തിയായി ഓക്കെയാണ്. ഇതിരുന്ന പൊടിയൊക്കെ നമ്മൾ കണ്ടതാണ്, അതെല്ലാം ക്ലീനാക്കി. ഇപ്പം നമ്മൾ അതിൻ്റെ ഓരോ വെട്ടുണ്ട്. ഈ ബെൽറ്റിൻ്റെ വെട്ടിൽ നമ്മൾ കറക്റ്റ് ഫ്രണ്ടിൽ ഇടുന്ന നെറ്റിലിടണം. നമ്മളതിൻ്റെ നെറ്റിൽ ആ ഒരു വെട്ട് ഇങ്ങനെ കയറ്റി ആ നെറ്റിലിടുമ്പം അത് വീണ് കിടക്കും. പിന്നെ ചെറിയ ഫ്രണ്ടിലോട്ടൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് നമുക്ക് മറ്റേ മോട്ടർ ഇരിക്കുന്ന നെറ്റിലോട്ട് പിടിച്ചിടാനുള്ളതാണ്. അത് ലെവൽ ചെയ്ത് വെക്കണം. ആ ഒരു വെട്ട് ബാക്കിലത്തെ നെറ്റ് ആ വെട്ടിൽ കയറി കിടന്ന് ഫ്രണ്ടിലത്തെ ഒരു വെട്ട് നമുക്ക് മറ്റേ മോട്ടറിൽ ഇത് നമുക്കിത് ഈ ഫാനിൻ്റെ മോട്ടർ ഇരിക്കുന്ന നെറ്റിലോട് പിടിച്ചിടാം. ഈ ഫ്രണ്ടിലത്തെ നെറ്റിൽ നമ്മുടെ കമ്പനിയുടെ ഒരു പരസ്യം ഉണ്ടാവും. ആ പരസ്യം ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ ഫാനിനോട് ചേർത്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ആ കമ്പനിയുടെ പരസ്യമെല്ലാം മാഞ്ഞു പോയി
ഇത് ചേർന്ന് വെച്ചതിന് ശേഷം നമ്മൾ ആ നെറ്റ് കറക്റ്റ് വെക്കുക. ബാക്കിലത്തെ ആ ചെറിയ സ്ക്രൂ ഇട്ട് മുറുക്കണം. അതിന് മുമ്പ് അതിന് ചുറ്റും നമ്മൾ നോക്കണം, ഇതൊക്കെ കറക്റ്റ് ലെവലാണെന്ന് നോക്കണം. നോക്കിയതിന് ശേഷം ആ നെറ്റ് ഈ സ്ക്രൂ നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് മുറുക്കണം. അധികം ടൈറ്റ് ചെയ്ത് മുറുക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ സ്ക്രൂവിൻ്റെ അളവനുസരിച്ചാണ്. ചെറിയ ടൈറ്റായി നിന്നാൽ മതി. പിന്നെയും സ്ക്രൂ കയറാൻ ചില ഫാനിന് സ്ഥലം കാണും, പക്ഷെ നമ്മൾ ഓവർ ടൈറ്റ് ചെയ്യരുത്. ചെയ്താൽ ബെൽറ്റ് പൊട്ടിപ്പോവും. ഇതിന് പക്ഷെ അടുത്തിരിക്കുകയാണ്. ഇത് സ്ക്രൂ കറക്റ്റ് അളവാണ്. ചില ഫാനിന് സ്ക്രൂ വെച്ചിന് നീളം കാണും. അതുകൊണ്ട് നമ്മൾ ഓവർ ടൈറ്റ് ഇനിയും ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ഓവർ ടൈറ്റ് ചെയ്യരുത്. ചിലപ്പോൾ ബെൽറ്റ് പൊട്ടിപ്പോവും. ഫാൻ ഓക്കെയാണ്. ഇനി നമ്മൾ അതിൻ്റെ സ്റ്റാൻഡിൻ്റെ പൈപ്പിൽ ഫിറ്റ് ചെയ്യുകയാണ്. നമ്മൾ പഴയത് തൊട്ട് അതിൽ ഒരു വെട്ടുണ്ട് ആ പൈപ്പിന്. ആ പൈപ്പിൻ്റെ വെട്ടി കറക്റ്റ് ഇറക്കിയിട്ടതിന് ശേഷം ബാക്കിലെ സ്ക്രൂ നമ്മൾ തിരിച്ച് മുറുക്കുക. അപ്പോൾ ഫാൻ ഓക്കെ ആയി. ഇനി എല്ലാവർക്കും നല്ല കാറ്റ് കിട്ടും. എൻ്റെ പുതിയ ചാനൽ തുടങ്ങിയ ആദ്യത്തെ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീണ്ടും കാണാം.